ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം ദുബായ് കടയ്ക്കൽ ജൗളിക്കട നൽകുന്ന 16,999 രൂപയുടെ എൻ്റെ തുളവീണ ഷഡ്ഡി സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എല്ലാവരും 16,999 രൂപയുടെ തുളവീണ ഷഡ്ഡിയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യും, അടിച്ചു കയറി വാ ഇങ്ങോട്ട്. കമൻറ്റോ സബ്സ്ക്രൈബോ ലൈക്ക് എന്താന്ന് വെച്ചേ ആവശ്യത്തിന് അടിച്ചു കയറി വാ പിള്ളേർ. എന്ത് വാ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കാം ഗൈസ്. പോകത്തൊന്നുമില്ല, എന്നാലും വെറുതെ ചോദിക്കുക. അടുത്ത സീസണിൽ ഞാൻ ബിഗ് ബോസിൽ പോകണം എന്ന ആഗ്രഹമുള്ളവർ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുക ചോദ്യം കേട്ടോ. അതുപോലെ കണ്ടാൽ മതി. ഓക്കെ, അടിച്ചു കയറി വന്ന എല്ലാവരും ഒന്ന് ഉത്തരം പറ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകാം ഗൈസ്. എപ്പിസോഡ് നമ്പർ 87, ഡേ 86. സ്റ്റിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സീക്രട്ട് ഏജൻ്റ് ആണോ ഒറിജിനൽ അതോ സായി കൃഷ്ണയാണോ ഒറിജിനൽ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഇത് രണ്ടും ഫേക്കാണോ എന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോയെന്ന ഒരാൾ എന്തിനായിരിക്കും പോകുന്നത്? പ്രതിച്ഛായ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4 പേരെ അറിയാൻ വേണ്ടിയിട്ട്. സായിയെ സംബന്ധിച്ചിടത്തോളം സായിയെ ഒരുവിധപ്പെട്ട യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും സായിയുടെ ഫേസ് ഫെമിലിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിച്ഛായ മാറ്റുക. സായിയുടെ ആ ഒരു പ്രതിച്ഛായ മാറിയപ്പം സായി ഒരു പാവം നല്ലവനായ ഉണ്ണി എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈനിലോട്ട് വന്നോ? ആ കാര്യത്തിൽ സായി സക്സസ്ഫുൾ ആയേ. നല്ല രീതിയിൽ പ്രതിച്ഛായ മാറിയിട്ടുണ്ട്. ഈ ഒരു പൈസ നന്ദനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നന്മമരമായി ആ ഒരു പ്രതിച്ഛായ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടും കൂടെ കൊണ്ടു ചെല്ലാൻ പുള്ളിക്ക് കഴിയും. സോ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈല് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് നന്മപരം ബേസിസിലൊന്നും ഇതിനെയൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല ഗൈസ്. എന്തൊക്കെയോ കളി ഇതിനകത്ത് നടക്കുന്നുണ്ട്. പണപ്പെട്ടി 5 ലക്ഷം സായി എടുത്തുകൊണ്ട് പോയതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം എന്ന് മാത്രമേ എനിക്ക് കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴേ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും പുള്ളി നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എയർപോർട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് കാറിൽ കയറി കഴിയുമ്പോഴത്തേക്ക് അണ്ണം പഴയ സീക്രട്ട് ഏജൻ്റ് ആവും. അപ്പം എന്തൊക്കെയാണ് പറയാവുന്നത് നമുക്ക് കേൾക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അടിച്ചൊരു കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഈ സായി പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ആ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറേ പോസിബിലിറ്റീസ് ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.